നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം 76, 77 അധ്യായങ്ങളിലായിട്ട് സാല്യയുദ്ധം, അതിനുശേഷം ദന്തവക്ത്ര വധം അല്ലെങ്കിൽ മുക്തി, അതിനുശേഷം ബലരാമൻ്റെ തീർത്ഥയാത്ര, ഇങ്ങനെയുള്ളതൊക്കെയാണ് സുദാമാചരിതം വരെ നമ്മൾ പറയേണ്ടത്. ശിശുപാലൻ്റെ സുഹൃത്തായിട്ടുള്ള സാല്യൻ, അവരൊക്കെ കൃഷ്ണദ്വിട്ട് ആണ്, എല്ലാവരും അതെ. രുക്മി, ദുര്യോധനൻ, ഒരു വലിയ ഗ്രൂപ്പാണത്. ശിശുപാലൻ, ദന്തവക്രൻ, ജരാസന്ധൻ, അനവധി ആൾക്കാർ മരിച്ചുപോയി, സുഹൃത്തുക്കളിൽ പെട്ടവർ. ഇനി കുറച്ച് ആളുകളെ ബാക്കിയുള്ളൂ. അപ്പോൾ രുക്മിണി സ്വയംവര സമയത്ത് കൃഷ്ണനോട് സാല്യൻ തോറ്റു. അപ്പോൾ അത് എന്താ കാരണം എന്ന് മനസ്സിലായില്ല എന്നാ. തൻ്റെ സുഹൃത്തായിട്ടുള്ള ശിശുപാലന് രുക്മിണിയെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല, അതൊരു വലിയ കുഴപ്പം. തനിക്ക് കൃഷ്ണനെ ജയിക്കാൻ സാധിച്ചില്ല, അതായിരിക്കേറെ വലിയ കുഴപ്പമായി. അപ്പോൾ എന്തോ ഒരു കുറവുണ്ട് എന്ന് കണക്കാക്കി യാദവരെ ഞാൻ നിശേഷം നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് ശിവനെ തപസ് ചെയ്തു. ശിവനെ തപസ് ചെയ്തപ്പോൾ ശിവൻ ഒരു കാമകം എന്നുള്ള, സൗഭകം എന്നുള്ളൊരു വിമാനമാണ് കൊടുത്തത്. വിമാനങ്ങൾ കുറേ ഉണ്ട്, പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള. പുഷ്പകം രാവണൻ്റെ വിമാനമാണ്, സൗഭകം ഇപ്പോൾ ഈ സാല്യൻ്റെ വിമാനമാണ്. കാമകം അത് ദേവഹൂതി കർദമ അവർക്ക് വിഹരിക്കാനുള്ള വിമാനം കാമകം. അങ്ങനെ പിന്നെയുണ്ട്, കുറേ വിമാനങ്ങളുണ്ട്. ഒക്കെ അർത്ഥം ഒന്നാണ്, വൈഹായസം. അത് ഇന്ദ്രൻ്റെ വിമാനത്തിന് വൈഹായസം എന്നൊക്കെയാണ് പറയാം. പലർക്കും പല തരത്തിൽപ്പെടുത്താനുള്ള വിമാനങ്ങളുണ്ട്, മുഴുവൻ പേരുകൾ ഓർമ്മ വരണില്ല, അത്രയേ ഉള്ളൂ. എല്ലാം ഉപരിചര ലക്ഷ്യാർത്ഥമാണ്, അതായത് ഊർധ്വലോക ഗമനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സൗഭം ആണ്, സൗഭഗമായിക്കോട്ടെ. എല്ലാവിധ സുഖഭോഗങ്ങളെയും അനുഭവിപ്പിക്കുക, എല്ലാവിധ കാമങ്ങളെയും അനുഭവിപ്പിക്കുക, അത് കാമകം. ആകാശത്തിലൂടെ സഞ്ചരിക്കുക, വൈഹായസം. പുഷ്പകം, പുഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശമാണ്. അപ്പോൾ സ്വതവേ തന്നെ രാവണന് പുഷ്പകത്തിൻ്റെ ആവശ്യമില്ല, കാരണം രാക്ഷസനായതുകൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രത്തിൻ്റെ അടിയിലായാലും അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു മായാവിദ്യ ഉണ്ട് അവർക്ക്. എന്നാലും പുഷ്പകത്തിൻ്റെ പ്രത്യേകത തനിക്ക് മാത്രമല്ല, താൻ കൂടെ കൊണ്ടുപോകുന്നവർക്കും കൂടി അതുപോലെ കൊണ്ടുപോകാൻ പറ്റും, അതുകൊണ്ടാണ്. അപ്പോൾ വിമാനത്തിൻ്റെ ഉപയോഗം ഈ കൊണ്ടുപോകുന്നയാൾക്കല്ല, ഈ കൊണ്ടുപോകുന്നയാളുടെ കൂടെ കൊണ്ടുപോകുന്നവർക്കും സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാം, അതാണ്. നമ്മൾ പുഷ്പകത്തിൻ്റെ കാര്യത്തിൽ പറയാം, സീതയെ അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് ലങ്കയിൽ നിന്ന് ഈ വാനരന്മാർ മുഴുവൻ, അതേപോലെ വിഭീഷണനും കുറച്ച് ആൾക്കാരും, സീതയും രാമനും ലക്ഷ്മണനും കൂടിയിട്ടാണ് അവിടെ നിന്ന് കാമകത്തിൽ ഈ പുഷ്പകത്തിൽ കയറിയിട്ട് നന്ദിഗ്രാമത്തിൽ എത്തണത്. അതിനുശേഷം വീണ്ടും അവിടുന്ന് അയോധ്യയിലേക്ക് എത്തണത്. അപ്പോൾ അതൊരു വല്ലാത്ത ഭാരമാണ്, എന്നുവെച്ചാൽ അത്രയും കൂടുതലുണ്ട്, വലിയ സൈന്യ, അത് മുഴുവൻ കയറി. അപ്പോൾ അതിൻ്റെ സാരം എന്താ, എത്ര വേണിച്ചാൽ അത് വലുതാവും. സൗഭഗ വിമാനമൊക്കെ യുദ്ധവിമാനമായിട്ടാണ് പറയുക, നമ്മുടെ സാല്യന് കൊടുത്തത് യുദ്ധവിമാനമായിട്ടാണ്. എവിടേക്കാണ് വേണമെന്ന് വിചാരിച്ചാൽ മനോവേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. ഒരു 100 മീറ്റർ അകലെയാണ് ഒരാളുള്ളതെങ്കിൽ അവിടേക്ക് പോയി വരാൻ നമ്മൾ മനസ്സുകൊണ്ട് അവിടെ നിന്ന് പോയിട്ട് ഇങ്ങോട്ട് വരേണ്ട സമയമേ വേണ്ടൂ, അയാളെ വധിച്ചിട്ട് ഇവിടെ എത്താം. അതാണ് സൗഭഗ വിമാനം. ഈ എന്താണോ കയ്യിലുള്ളത് അതിനെ
നന്നായിട്ട് തന്നെ ഉപയോഗിച്ചത് അതിൻ്റെ ഒരു ഫലത്തെ സ്വീകരിക്കുക, സംതൃപ്തി ഉണ്ടാവുക. ഇതൊക്കെ സൗഭത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനൊരു വിമാനമാണ് മഹാദേവൻ കൊടുത്തത്. അപ്പോൾ വലിയൊരു സൈന്യവുമായിട്ട് വന്നിട്ട് ഈ കൃഷ്ണൻ അവിടെ ഇല്ലാത്ത സമയത്ത്, കൃഷ്ണൻ ഭാരതീയ യുദ്ധത്തിന് പോയെടുക്കുക, അപ്പോൾ അല്ലെങ്കിൽ രാജസൂയത്തിന് പോയെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആരുമില്ല. ദ്വാരകയെ ആക്രമിച്ചു എന്നാണ്. ചെറിയ തോതിലല്ല കേട്ടോ, വലിയ തോതിലാണ്. എല്ലാവിധ മായായുദ്ധങ്ങളും ഒക്കെ ചെയ്ത് ദ്വാരകയെ നശിപ്പിച്ചു. ശരിക്കും കല്ല്, മരം, ചരല്, പാമ്പുകൾ ഒന്നിച്ചിങ്ങനെ വരിക, തീയ്, കാറ്റ്, ഇങ്ങനെ സകലതും കൂടിയിട്ട് വന്നപ്പോൾ രാമനും ഇല്ല, കൃഷ്ണനും ഇല്ല അവിടെ. സാലുവിനെ കൃഷ്ണപുത്രനായിട്ടുള്ള പ്രദ്യുമ്നനാണ് ആ സമയത്ത് നേരിടുന്നത്. ഇപ്പോൾ പ്രദ്യുമ്നേക്കാൾ കൂടുതൽ ശക്തി ഉണ്ടെന്ന് പറയാൻ പാടുമെന്ന് വെച്ചില്ല, എന്നാലും ശരി, സാലുവിന് ആ സമയത്ത് കാണിച്ചു എന്നതാണ് അതിൻ്റെ വരബലാണ് കാരണം. കൃഷ്ണനെ മാത്രമാണ് വധം. അതുകൊണ്ടാണ് ശ്രീരാമൻ ഒരിക്കൽ സാലുവിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. കൃഷ്ണനാണ് വധിക്കേണ്ടത്. അങ്ങനെ ചില അവതാര പുരുഷന്മാർക്ക് പറ്റില്ല വധിക്കാൻ, കാരണം കൃഷ്ണനായിട്ട് വന്നാൽ തന്നെ വധിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഈ വിമാനം ചിലപ്പോൾ അദൃശ്യവും, അതേപോലെ സമുദ്രത്തിൽ, ആകാശത്ത്, ഭൂമിയിൽ, എവിടെ വേണച്ചാൽ എപ്പോൾ വേണച്ചാൽ കാണും, കാണാതെയാവും. യുദ്ധം ചെയ്യും, സഹിക്കാൻ പറ്റില്ല, അത്ര തീവ്രമാണ്. അങ്ങനെയുള്ളൊരു വളരെ വേഗത്തിലും കാര്യങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വിമാനമാണ്. അതിലിരുന്നിട്ട് ഈ സൈന്യവും സാലുനും കൂടിയിട്ട് സാമാന്യത്തിലധികം ദ്വാരക നശിപ്പിച്ചു. സാല്യ മന്ത്രിയായിട്ടുള്ള ദ്യുമാൻ പ്രദ്യുമ്നോട് നേരിട്ട സമയത്ത് പ്രദ്യുമ്നൻ്റെ മാറിൽ അതിഭയങ്കരമായിട്ടൊരു താടനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ബോധം കെട്ട് വീണു. പ്രദ്യുമ്നൻ ബോധം കെട്ട് വീണപ്പോൾ പ്രദ്യുമ്നൻ്റെ സൂതൻ സുരക്ഷിതനാക്കിയിട്ട് അവിടുന്ന് ഓടി, എന്ന് വെച്ചാൽ പലായനം ചെയ്തു, യുദ്ധരംഗം വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രദ്യുമ്നന് ബോധം വന്നു. എന്താ എന്നെ ഇങ്ങനെ യുദ്ധക്കളത്തിലല്ലാതെ കണ്ട് ഇവിടെ എത്തിച്ചെന്നാൽ എന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ തെറ്റല്ലേ നീ ചെയ്ത്, യാദവർക്ക് അവമാനല്ലേ, കൃഷ്ണന് അവമാനല്ലേ, ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ ചോദിച്ചാൽ ഉത്തരമില്ല എന്നുള്ള രീതിയിൽ ആണ് സംസാരിച്ചത്. എങ്കിലും അത് സൂതൻ നിയമം പറഞ്ഞു, ഞാൻ ധർമ്മമേ ചെയ്തിട്ടുള്ളൂ. പോരാളിയെ രക്ഷിക്കേണ്ടത് തേരാളിയുടെ കടമയാണ്. തേരാളിയെ രക്ഷിക്കേണ്ടത് പോരാളിയുടെ കടമയാണ്. ഇത് യുദ്ധനീതിയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങ് ബോധമില്ലാണ്ട് കിടക്കുന്നു. സാല്വനാണെച്ചാൽ അധർമ്മിയാണ്. ബോധം കെട്ടയാളെ വധിക്കാൻ പാടില്ല എന്ന നിയമം അധർമ്മികൾ സ്വീകരിക്കില്ല. ചിലപ്പോൾ വധിച്ചു വെച്ചാലോ. അപ്പം അതുകൊണ്ട് അങ്ങയെ രക്ഷിച്ചതാണ്, ഇനി അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ സാലുവിന് പ്രദ്യുമ്നന് കാര്യം മനസ്സിലായി. കാല് കഴുകി ആചമിക്കാൻ അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ ചെയ്തു, ശുദ്ധാക്കി എന്നർത്ഥം. വീണ്ടും യുദ്ധക്കളത്തിലെത്തി ദ്യുമാനെ നേരിട്ടു. ദ്യുമാനെ ആദ്യം കൊന്നു, മന്ത്രിയെ കൊന്നു ആദ്യം. അതിനുശേഷം നല്ല യുദ്ധമാണ്. സാല്വനും ഈ പ്രദ്യുമ്നനും ആ യാദവ സൈന്യവും സാല്വൻ്റെ സൈന്യവും കൂടിയിട്ട് 27 ദിവസം അതികഠിനമായിട്ടുള്ള യുദ്ധം. അപ്പോഴേക്കും ഇവിടെ രാജസൂയമൊക്കെ കഴിഞ്ഞു. ഇന്ദ്രപ്രസ്ഥത്തിൽ ചില ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. യുധിഷ്ഠിരനോട് ഭഗവാൻ പറഞ്ഞു, ഞാനും ഏട്ടനും സൈന്യവും ഇപ്പോൾ ഇവിടെയാണ്. ദ്വാരകയിൽ എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ട്. ശിശുപാലൻ്റെ സുഹൃത്തുക്കൾ ദ്വാരകയെ ആക്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് രാമനും കൃഷ്ണനും വേഗം തന്നെ ദ്വാരകയിലെത്തി. ബാക്കിയൊന്നും നോക്കിയില്ല. അങ്ങനെ ദാരുക, നിന്റെ നേരെ സാല്വൻ്റെ അടുത്ത് വേഗം എത്തിക്കൂ ദാരുകനോട് പറഞ്ഞു ഭഗവാന് ആവശ്യമായിട്ടല്ല എങ്കിലും പറഞ്ഞു. അപ്പോൾ തേരാളിയാണ് ദാരുകൻ, നിഴൽ പോലെ എപ്പോഴും ഉണ്ടാവും ഡ്രൈവറായിട്ട്. സാലിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറഞ്ഞപ്പോൾ വായു വേഗത്തിൽ അവിടെ സാലിൻ്റെ അടുത്തെത്തി. പിന്നെ അതീവ ഘോരമായിട്ടുള്ള യുദ്ധം ഭഗവാൻ സാലുവിനോട് ചെയ്തു എന്നാണ്. സാലുവിനും സൈന്യത്തിനും വലിയ വലിയ നഷ്ടങ്ങൾ പറ്റി. സാലുവൻ മഹാവീരനാണ്. മാത്രമല്ല ശിവവരമുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഈ യുദ്ധത്തിൻ്റെ ആ ഒരു
തീവ്രത സാലുവിനെ പെട്ടെന്ന് ബാധിച്ചില്ല എന്ന് പറയാണ്. ശിവാനുഗ്രഹ കാരണം. ശ്രീകൃഷ്ണൻ്റെ ശാർങ്കം എന്നുള്ള വില്ല് തെറിപ്പിച്ചു. ശിശുപാലന് വെച്ചിട്ടുള്ള പെണ്ണിനെ നീ കട്ടുകൊണ്ടു പോകുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ വധിക്കാൻ വേണ്ടി ശ്രമിക്കണത്. യാദവ കുലം ഞാൻ നശിപ്പിക്കും. ഇനി യാദവന്മാരുണ്ടാവില്ല. അത്ര അങ്ങനെയാണ്. എൻ്റെ വെല്ലുവിളി നിനക്ക് സ്വീകരിക്കാൻ പറ്റിച്ചോ സ്വീകരിച്ചോ എന്നൊക്കെയാണ് സാലുവിൻ്റെ വീരവാദം. അതെല്ലാം പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, മൂഢനായിട്ട് നീ വെല്ലുവിളിക്കുകയും ഇങ്ങനെ വീരവാദം പറയുകയൊന്നും വേണ്ട, പ്രവർത്തിച്ച് കാണിക്കേ. ഇങ്ങനെ പലതരത്തിലുള്ള വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ആയുധപ്രയോഗങ്ങൾ വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തലും രണ്ടും കൂടി ഒപ്പങ്ങനെ നടക്കുന്നുണ്ട്. ഭഗവാൻ തൻ്റെ കൗമോദിക്ക് എന്നുള്ള ഗത കൊണ്ട് സാലുവിൻ്റെ തോളത്ത് ഒരു നല്ല പ്രഹരം കൊടുത്തപ്പോൾ തോളിൽ തകർന്നു. അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ സാലുവൻ മായ കാട്ടി അവിടുന്ന് അന്തർധാനം ചെയ്തു. അപ്പോഴേക്കും ദേവകിയുടെ ഒരു ദൂതൻ അവിടെ വന്നിട്ട് ഈ യുദ്ധക്കളത്തിൽ വെച്ച് കൃഷ്ണനോട് പറയുകയാണ്, വസുദേവരെ സാലുവൻ കെട്ടി വലിക്കുകയാണ്, വേഗം സഹായിക്കാൻ ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ എന്നെ സംശയമായി എന്നാ. അവിടെ രാമൻ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അതിങ്ങനെ സംഭവിക്കണേ? അപ്പോഴേക്കും സാലുവൻ അവിടെ എത്തി. വസുദേവരെ കെട്ടി വലിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഇതാ നിൻ്റെ അച്ഛൻ വെല്ലുവിളിച്ച് പറയുക, ഞാൻ ഇതാ കൊല്ലാൻ പോണു, പറ്റിച്ചാൽ തടുത്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാളുകൊണ്ട് ആ വസുദേവരുടെ തലയാണ്ട് വെട്ടിയെടുത്തു. കൃഷ്ണൻ പോലും സ്തംഭിച്ചു പോയി. അച്ഛൻ്റെ വധം ഒരു ശത്രു, അത് നിസ്സാരനായിട്ടുള്ളൊരു സാല്യൻ ചെയ്യേ, ഇതെന്താ അത് എന്ന് സംശയിച്ചു എന്നാണ്. അതാണ് കഥ. അപ്പോൾ ഇതാണ് കഴിഞ്ഞോട് കൂടിയിട്ട് സാലുവിനെയും കാണാനില്ല, വസുദേവനെയും കാണാനില്ല, ദൂതനെയും കാണാനില്ല. കൃഷ്ണൻ ഒന്നിങ്ങനെ ചിന്തിച്ചു, മനനം ചെയ്തപ്പോൾ മനസ്സിലായി ഇത് കള്ളത്തരാണ്, മായയാണ്. ഭഗവാൻ വേഗം മായയെ നീക്കി. മായാധിനാഥനെ ഈ മായ വിഷയമല്ലോ, പക്ഷെ താൽക്കാലികമായിട്ട് പെട്ടു. അതാണേ, നമ്മൾ എത്ര കേമനായിട്ടും കാര്യമില്ല. മായകൾ പലതും ഉണ്ട്, പരീക്ഷണങ്ങളായിട്ട് പലതും വരും, ശരിയല്ലാത്തത് പലതും കാണും. അതിൻ്റെ എതിരെയൊക്കെ പ്രതികരിക്കാൻ പോയാൽ ചിലപ്പോൾ പ്രശ്നമാവും. കാരണം നമുക്ക് ഈശ്വരത്വം ഇല്ല. അപ്പോൾ ഈശ്വരത്വമുള്ള ഭഗവാന് പോലും ഇത് സംഭവിച്ചു എങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ പരിഭ്രമിക്കുന്നത്? അപ്പോൾ എന്ത് വന്നാലും പരിഭ്രമിക്കരുത്, ഓജസ് നഷ്ടപ്പെടരുത്. അങ്ങനെ നിയമമുണ്ട് ഭാഗവതത്തിൽ, അങ്ങനെയാണ്. ഭാഗവതം പറഞ്ഞു തീർക്കുന്ന നമുക്കും ആ പരിഭ്രമം ഉണ്ട് എന്നുള്ളത് സത്യം. എന്താ കാരണം? ഉറക്കണില്ല, അതാണ്. ഭാഗവതം യഥാർത്ഥത്തിൽ ഏത് കഥ എടുത്താലും എന്തെങ്കിലും ഒരു സന്ദേശം തരും, അത് ഉറപ്പാണ്. ഭഗവാനെ പോലും വല്ലാത്തൊരു ഭ്രമിപ്പിച്ചു ഭഗവാന്റെ ഒരു ശത്രുഭാവത്തിൽ നിന്നുകൊണ്ട് സാലൻ. ഹിരണ്യകശിപു പോലും ചെയ്തിട്ടില്ല എന്നാ. അപ്പോൾ സാലിനെ സ്വതേ ഹിരണ്യകശിപുവായിട്ട് അതായത് പ്രഹ്ലാദനും വിഭീഷണനും പിന്നത്തെ ജന്മം സാലിനാണ് എന്നൊക്കെ പറയാറുണ്ട്. പ്രമാണം കിട്ടിയിട്ടില്ല കേട്ടോ. സാലിൻ തൊട്ടുള്ള 4 പേരായിട്ട് ഈ 4 ഭാവത്തിൽ കൃഷ്ണനെ എതിരെന്നോ അനുകൂലിച്ചെന്നൊക്കെ ആവാം. ഭയം കൊണ്ടാവാം, വിദ്വേഷം കൊണ്ടാവാം, സ്നേഹം കൊണ്ടാവാം, ബന്ധുത കൊണ്ടാവാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. 4 ഭാവത്തിൽ വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരാണ് ഈ 4 പേര് എന്നുള്ളത് പ്രമാണം കിട്ടാത്തതുകൊണ്ട് പറയാൻ നിവൃത്തിയില്ല. സാലുവിനെ കഥ ആവുമെന്ന് ഗസ് ചെയ്യണം, ഊഹിക്കണം, അത്രയേ ഉള്ളൂ. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ഇനി അവതാരം വേണ്ടാന്നാണ് പറഞ്ഞതേ. അപ്പോൾ ഭഗവാനെ അറിയാനുള്ള ഉത്സാഹമാണ്. പിഞ്ചു കുട്ടികൾ 5 വയസ്സേ ഉള്ളൂ, പക്ഷെ ജ്ഞാനവൃദ്ധരാണ്. ഭഗവാനെ ഏത് രീതിയിൽ ആണ് അറിയേണ്ടത്? അപ്പോൾ ഇവിടെ ഇങ്ങനെ വിദ്വേഷ രീതിയിലാണ് ഈ സാലുവൻ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. 4 കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തവർ പക്ഷെ കിട്ടുമായിരിക്കും, അതറിയില്ല. ഏതായാലും ഈ ഭഗവാന്റെ മുമ്പിൽ മായ കാട്ടി ഭഗവാനെ പോലും ഭ്രമിപ്പിച്ചു. ആ മായ ഭഗവാൻ നീക്കി. സാലുവിനെ കണ്ടു.
അപ്പോൾ കൗമോദികി എന്നുള്ള ഗത കൊണ്ട് ആദ്യം ശിവന്റെ വരായിട്ട് കിട്ടിയിട്ടുള്ള ഈ സൗഭം എന്നുള്ള ആ വിമാനത്തെ തവിട് പൊടിയാക്കി. ശിവന്റെ വരം അത്രയേ ഉള്ളൂ. അതായത് ഇതിനൊരു കണക്കുണ്ട്. ആ കണക്കിൽ കൂടുതലായാൽ ആ വരം പിന്നെ ഫലിക്കില്ല. സാത്വിക ഭാവത്തിലാച്ചാൽ അത് എന്നും നിലനിൽക്കും. ഇത് അധാർമികമായിപ്പോ ധർമ്മത്തെ ഇല്ല എന്ന് മാത്രമല്ല, ഈശ്വര വിദ്വേഷം, അത് ഈശ്വര നിഷേധം, ഈശ്വര വിരോധത്തിനൊക്കെ കാരണമായി. അപ്പോൾ പിന്നെ ഈ വരത്തിന് ഇതില്ല. അത് കാരണം അത് കൃഷ്ണന്റെ കൗമോദകി ഗത പ്രയോഗം കൊണ്ട് തവിട് പൊടിയെ പിന്നെ വിമാനമില്ല. വീണ്ടും അത് സമുദ്രത്തിൽ കലക്കിയെന്ന, ജലത്തിൽ കലക്കി. ഇനി അത് വിമാനം ഇനി പൊന്തില്ല, കൂടിച്ചേരില്ല, ആ മട്ടായി. ഭഗവാൻ സുദർശനചക്രം കൊണ്ട് സാലുനെ വധിച്ചു, മുക്തി കൊടുത്തു. അപ്പം അതും അതിനൊരു തെളിവാണ്. കാരണം അവിടെയൊക്കെ ആ മുക്തിയാണ്, സാലിന് മുക്തി കൊടുക്കാണ്ടായത്. അപ്പോഴേക്കും പുഷ്പവൃഷ്ടി, വാദ്യം, പാട്ട്, കൊട്ട, നൃത്തം ഒന്നും പറയണ്ട. അതിന് ശേഷമാണ് ഈ സാലൻ്റെ ഈ മുക്തി സാലൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ദന്തഭക്തന് സഹിക്കാൻ പറ്റിയില്ല. അത് വിജയനാണ്. അപ്പോൾ ദന്തഭക്തൻ്റെ കൂട്ടുകാരൊക്കെ മരിച്ചു എന്നാ, ഒറ്റപ്പെട്ടുപോയി. ഒരാളും സഹായത്തിനില്ല, ഒരാളും കൂട്ടുമില്ല. അപ്പം ഇനി ഒന്നും നോക്കാനില്ല. ആ അന്നത്തെ ഗത ഇപ്പോഴും ഉണ്ട് കയ്യിൽ. അച്ഛൻ കൊടുത്ത ഗതയാണ് അത്, ഇപ്പോഴും ഉണ്ട് കയ്യിൽ. ഭഗവാനെ നേരിട്ടു ആ ഗത കൊണ്ട്. ഹിരണ്യാക്ഷനായിട്ടും കുംഭകർണനായിട്ടും ഇപ്പോൾ ഇതാ ദന്തഭക്തനായിട്ടും വിജയനാണ്. ആ വസുദേവ സഹോദരിയായിട്ടുള്ള ശ്രുതദേവയുടെ മകൻ ആണ്, ഈ ബന്ധുവാണ് കൃഷ്ണൻ്റെ. അപ്പോൾ രണ്ടുപേരും ജനിച്ച അന്ന് മുതലേ ശത്രുക്കളായിട്ടാണ് ഈ ശിശുപാലനായാലും ദന്തഭക്തനായിട്ടും കൃഷ്ണനെ കണ്ടിറക്കുന്നത്. രണ്ടുപേർക്കും ഒരേ സ്ഥാന, അച്ഛമ്മങ്ങളുടെ മക്കളാണ്. അപ്പോൾ അമ്മാവൻ്റെ മകനെ ഒട്ടും ഇഷ്ടമല്ല. യുദ്ധം ചെയ്തു, വെല്ലുവിളിച്ചു, നിന്ന് ഞാൻ നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഗതാപ്രയോഗം. ഗത ഉള്ളിടത്തോളം കാലമൊന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ, അങ്ങനെയുണ്ട്. അപ്പോൾ ഭഗവാനും ഗത എടുത്തുകൊണ്ട് കൗമോദികി കൊണ്ട് ദന്തഭക്തനുമായിട്ട് യുദ്ധം ചെയ്തു. ഗത തട്ടിത്തെറിപ്പിക്കുക. എന്താ വെച്ചാൽ ഗത ഇല്ലാത്തൊരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആ ഗത കൊണ്ട് തന്നെ, ഭഗവാന്റെ ഗത കൊണ്ട് തന്നെ ദന്തഭക്തന് മുക്തി കൊടുക്കുകയും ചെയ്തു. സുദർശനചക്രം കൊണ്ട് ഈ ശിശുപാലനും അതേപോലെ കൗമോദികി എന്നുള്ള ഗത കൊണ്ട് ഈ ദന്തഭക്തന് മുക്തി കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വാളിനെ സുദർശനം കൊണ്ടും ഗതയെ ഗത കൊണ്ടും അങ്ങനെയാണ്. ഒന്ന് ജ്ഞാനമാണ്, മറ്റത് ശത്രുനാശം ആണ്. ഒന്ന് ജ്ഞാനം, വാള് സ്വതേ ജ്ഞാനമായിട്ടാണ് പറയുക. മറ്റത് ഈ ഷഡൂർമി, ഷഡരി അങ്ങനെയുള്ള ശത്രുതകളുണ്ട്, 41 തരം. ഷഡൂർമി, ഷഡ് വൈരി, ഷഡരി, ഷഡൂർമി, അപ്പോൾ 18ആയി. പിന്നെ പഞ്ചക്ലേശങ്ങൾ, സപ്തവ്യസനങ്ങൾ, 3 ആധി, 3 ശോകം, 5 അവിദ്യകൾ, ഇങ്ങനെയൊക്കെ. അതൊക്കെ ഈ ശത്രുതയാണ്. അതൊക്കെ കൗമോദികി കൊണ്ടാണ് തീരുക. ഇപ്പോൾ കൗമോദികി ഭഗവാൻ ഈ ഗത ആയുധമായിട്ട് കൈപിടിച്ചിരിക്കുന്നത് നമ്മുടെ നെഗറ്റീവ്സിനെ ഇല്ലാണ്ടാക്കാനാണ്. ഗതയുടെ പ്രത്യേകത 1000 മുനകളുണ്ട് ഗതയ്ക്ക്. അതിസൂക്ഷ്മമായിട്ടുള്ള 1000 മുനകളാണ്. അതിൻ്റെ ഓരോ മുനയിൽ നിന്നും നമ്മുടെ ഈ ശത്രുതയെ ഇല്ലാണ്ടാക്കാൻ അതിൻ്റെ ഒരു തേജസ് വന്നുകൊണ്ടിരിക്കും. ഒരു ബ്ലോ ലാമ്പ് പോലെ, അതിൻ്റെ ആ ഒരു അസ്ത്രം പോലെ നമ്മുടെ നെഗറ്റീവ്സ് മുഴുവൻ ഇല്ലാണ്ടേക്കും. അതാണ് ആയുധമായിട്ട് ഗത. വാള് ഭഗവാൻ ആയുധമാക്കിയിട്ടില്ല. അത് 8 കൈ ഉള്ള ഭഗവാനെയാണ് വാള് വരുള്ളൂ. മറ്റത് ശംഖും ചക്രവും ഗതയും പത്മമാണ്. ആയുധം കൈ പിടിക്കണേനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് എന്ന് സാരം. എന്തിനെ പഠിക്കുമ്പോഴും വേദം, വിദ്യ അത് നേടുന്ന സമയത്ത് സുദർശനം കിട്ടാൻ വേണ്ടിയിട്ടാണ് സുദർശനം വലത്ത് ഭാഗത്ത്. അതേപോലെ ഈ ശംഖ്, അത് ഒരു ജ്ഞാനം തന്നെയാണ്. ഒരു തരത്തിൽ പറയുമ്പോൾ മറ്റൊരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരു ജ്ഞാനമാണ് ശംഖ്. പാഞ്ചജന്യം പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള ജ്ഞാനമാണ്. ഓങ്കാരം
പ്രപഞ്ചത്തെ ഒഴിവാക്കാൻ, മുക്തി കിട്ടാൻ ഉള്ള ജ്ഞാനത്തെ, സാഖ്യത്തെ, ശബ്ദബ്രഹ്മത്തെ അറിയാനുള്ള കഴിവ് ഒക്കെ ഈ ശംഖ് തരും. അത് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ സ്ഥാനം എന്നതാണ് താമര. നമ്മുടെ ഈ ശരീരം പഞ്ചഭൂതാത്മകം, അതൊരു സ്ഥാനമാണ്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ 5 ഉള്ളതായിട്ടുള്ള ഭൂമി, അത് ഈ ജീവൻ ഈ ശരീരത്തോട് കൂടിയിട്ട് ഇവിടെ വസിക്കാനുള്ള സ്ഥാനമായിട്ട് കണ്ടു. അപ്പോൾ ശരീരവും ഭൂമിയും, ഭൂമി ഈ ബ്രഹ്മാണ്ടത്തിലേത്. ബ്രഹ്മാണ്ടത്തെ 14 ആയിട്ട് അല്ലെങ്കിൽ 3 ബ്രഹ്മാവ് ഈ താമരയിലാണ് കണ്ടത്. ഇപ്പോൾ ബ്രഹ്മാണ്ടമായിട്ട് ഈ താമരയെ കണ്ടു. അതിൽ ഭൂമിയായിട്ട് താമര മുകൾ ഭാഗം, പ്രതലം എന്ന് സാരം. പിന്നെ ഊർധ്വ മുകളിലുള്ള ഭാഗങ്ങൾ മുഴുവൻ, ഊർധ്വഭാഗങ്ങൾ മുഴുവൻ ഈ സ്വർഗം തൊട്ടുള്ള ഓരോന്ന്. അന്തരീക്ഷം, സ്വർഗം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെ 6. താഴെ അധോലോകം 7. ഇതാണ് സ്ഥാനം. അപ്പോൾ 3 തരത്തിൽപ്പെട്ടതായുള്ള സ്ഥാനം വരും. മുകളിൽ സാത്വികം, പ്രതലത്തിൽ ഭൂമിയിൽ രജോ ഗുണം, താഴെ തമോ ഗുണം. ഇതാണ് സ്ഥാനം, അതാണ് താമര. അപ്പോൾ ഈ താമര, അതിൽ വസിക്കുന്നതായിട്ടുള്ള ഈ ജീവൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ അത് മൊത്തം ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ അംശങ്ങളും ചേർത്തതായിട്ടുള്ള ശരീരത്തിൽ മനുഷ്യന് മാത്രമേ പൂർണ്ണതയുള്ളൂ. ആ മനുഷ്യന് മാത്രമേ ഈ ത്രിഗുണങ്ങളെ, അതേപോലെ 5 തന്മാത്രകളെ മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതിനെയാണ് മറികടക്കേണ്ടത്. 8 മറികടന്നാൽ ഭഗവാനിലെത്താൻ സാധിക്കും. ഈ 8 സ്വീകരിക്കുക എന്നതാണ് തടുക്കുന്നത്, നെഗറ്റീവ്സിനെ മുഴുവൻ തടുക്കുന്നത് ഗത. അത് ഇടതു ഭാഗത്താണ്. അതേപോലെ അതിന് വേണ്ടതായിട്ടുള്ള മുഴുവൻ ജ്ഞാനത്തെയും ശംഖ് നമുക്ക് തരുകയും ചെയ്യും. ഇതിൽ നിന്ന് മോചനം നേടുന്നതായിട്ടുള്ള ജ്ഞാനത്തെ മുഴുവൻ സുദർശനം കൊണ്ട് നമ്മുടെ വീക്ഷണം ശരിയാവുക, പാഖണ്ഡം വരാതെ കണ്ട് ഈ ജ്ഞാനത്തെ ഉപയോഗിക്കാൻ സാധിക്കുക. അതാണ്. അപ്പം അത് മുഴുവൻ ഈ 4 ചതുർബാഹു വിഷ്ണു സ്വരൂപത്തെ പൂജിക്കുമ്പോഴത്തെ പ്രത്യേകതയാണ്. എല്ലാറ്റിനും സാരമുണ്ട്. പൂർണ്ണനൂല് ത്രിമൂർത്തി ഭാവമാണ്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. മഞ്ഞപ്പെട്ട് ഈ പ്രകൃതിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒടുക്കത്തെ ഭാവമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശുഭ്രായി, ഏറ്റവും ഒടുക്കത്തെയാണ്. അത് സൗഭഗം ആണ്. മഞ്ഞപ്പെട്ടിൻ്റെ ഒരു അതാണ് മുഴുവൻ അനുഭവിപ്പിച്ച് പ്രാരബ്ധം തീർക്കുക. അത് മഞ്ഞപ്പെട്ടിൻ്റെ ലക്ഷണമാണ്. അത് കഴിഞ്ഞിട്ട് വേണം. പുണ്യവും പാപവും ഒക്കെ അതിൽ തീരും, ലയിക്കും, ഒന്നുമില്ലാണ്ടാവും. ഇരുമ്പ് കുടിച്ച വെള്ളം പോലെ, താമരയിൽ വീണ വെള്ളം പോലെ ബന്ധമില്ലാണ്ട് ഈ ദേഹബോധമായിട്ട് യാതൊരു ബന്ധമില്ലാതെ കണ്ട് വേർപിരിയും ജീവൻ. അങ്ങനെ വേർപിരിഞ്ഞാൽ മാത്രമേ ശുദ്ധ സത്വത്തിലേക്ക് എത്തുള്ളൂ, അഹങ്കാരം. അത് കഴിഞ്ഞിട്ട് വേണം ബ്രഹ്മത്തിലേക്ക് എത്താനായിട്ട്. അത് കഴിഞ്ഞാൽ ശബ്ദബ്രഹ്മായി. ശബ്ദബ്രഹ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മായി. ഇപ്പോൾ വിഷ്ണുവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുക്തി ഉറപ്പാണ്. അതും ചതുർബാഹു വിഷ്ണുവാണ് വേണ്ടത്. ഇപ്പോൾ ഭാഗവതം പഠിപ്പിച്ച അവർക്ക് വേണ്ടിയിട്ട് ഗുരുവായൂർ അത് നടത്തിയപ്പോൾ എല്ലാവർക്കും യജ്ഞപ്രസാദമായിട്ട് കൊടുത്തത് ചതുർബാഹു വിഷ്ണു സ്വരൂപമാണ്. അവരത് അറിഞ്ഞുകൊണ്ടാണോ വാങ്ങിയതെന്ന് ചോദിച്ചാൽ അറിയില്ല, അല്ല എന്ന് വേണം വിശ്വസിക്കാൻ. പക്ഷേ വളരെ കുറച്ച് കാലം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തിരുന്ന് നാരായണാലയത്തിൽ ഇരുന്നിട്ട് വായിക്കാൻ അവർക്ക് തരായത് സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ഭാഗവതത്തെ അവർ ആശ്രയിച്ചു എന്നതുകൊണ്ടാണ്. അതിൽ കുറച്ചു കാലം എനിക്കും
പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്നത് എൻ്റെ ഭാഗ്യം. അവിടെ യജ്ഞപ്രസാദമായിട്ട് കിട്ടിയത് അവർ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതല്ല, അവർ യാദൃശ്ചികമായിട്ട് കൊണ്ടുവന്നതാണ്. അത് മുഴുവൻ ഓരോരുത്തർക്കും കൊടുത്ത് ഓരോ ചതുർബാഹു വിഷ്ണു സ്വരൂപമാണ്. നല്ല കൃഷ്ണ എന്നൊക്കെ ചിലവർ പറയുകയും ചെയ്തു. അത്രയും നോക്കിയിട്ടുള്ളൂ. അതാണ് മാറി നിന്ന് വീക്ഷിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാവുക. നല്ലോണം നമുക്കതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇപ്പോൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഓരോരുത്തരും ഓരോന്നിനെ കാണണു, ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ് കിട്ടുക. മഹാഭാഗ്യമാണ്. ഒട്ടും ബന്ധമില്ലാത്തവർക്കും ചിലർ പെശകി വാങ്ങിയിട്ടും അവിടുന്ന് 5-6 ആൾക്കാരെങ്കിലും അത് അവിടുന്ന് തരാക്കിയിട്ടുണ്ട്. കേട്ടിട്ടൊന്നുമില്ല, ഭാഗവത് കേട്ടണ. ചിലർക്ക് വാങ്ങണമെന്ന് മോഹം ഉണ്ടായി, പക്ഷെ തരായില്ല, അത് കൊടുക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെയുണ്ട്. അർഹത ഇല്ലാത്തവർക്ക് കിട്ടിയിട്ടുമുണ്ട്. അല്ലെങ്കിൽ അർഹതയില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അവരെ പൂർവ്വജന്മത്തിലോ ഏതോ ജന്മത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവും, അല്ലാണ്ട് കൊടുക്കാൻ തോന്നണ്ടേ. അർഹതയുണ്ടെന്ന് നമുക്ക് തോന്നിയവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയതുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടത്. ഭഗവാന്റെ ലീല അത് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഓരോന്നിനും വിശദമായിട്ട് വീക്ഷിക്കുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുക. അപ്പം ഇവിടെ ദന്തഭക്തൻ്റെ ഈ ഒരു ഗതയെ തട്ടിപ്പറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ തട്ടി മാറ്റിക്കൊണ്ട് ഭഗവാന്റെ ഗത കൊണ്ട് ദന്തഭക്തനെ മുക്തി കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നെ ഒരു ജന്മമില്ല, വീണ്ടും ഭഗവാന്റെ പാർഷദനായിട്ട് കോട്ടയിലേക്ക് എത്തി എന്ന് സാരം. അതാണ്. അതിനുശേഷം പ്രത്യക്ഷ മുക്തി കണ്ടു. ദന്തഭക്തൻ്റെ അച്ഛനമ്മമാരെ കൃഷ്ണൻ വേണ്ട രീതിയിൽ ആശ്വസിപ്പിച്ചു. അതേപോലെ അനുജന്മാരെയൊക്കെ വധിച്ചു, ദുഷ്ടത മുഴുവൻ തീർത്തു, ദ്വാരക ശുദ്ധാക്കി. ഈ സാൽവയുദ്ധ സമയത്ത് ഇവിടെ ഹസ്തിനാപുരത്ത് ചൂതുകളി നടന്നു എന്നതാണ്. കള്ളച്ചൂതിൽ പാണ്ഡവർ തോറ്റു. അതും ഭഗവാന്റെ ഒരു ലീലയാണ്. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് പലതും ഭഗവാൻ ഇതേപോലെ ആസൂത്രണം ചെയ്യും. ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒന്നാണ് ഇത്. അങ്ങനെ ചൂത് കളിച്ചു, സർവ്വതും നഷ്ടപ്പെട്ടു. 12 കൊല്ലം വനവാസം, അത് കഴിഞ്ഞ് 1 കൊല്ലം അജ്ഞാതവാസം, അത് കഴിഞ്ഞ് രാജ്യം കൊടുത്തില്ല. അപ്പോൾ ഭഗവാൻ തന്നെ ദൂതനായിട്ട് ചെന്നു, യുദ്ധം ഉറപ്പിച്ചു. യുദ്ധം ഉറപ്പിച്ചതിൻ്റെ ശേഷം ബലരാമന് അവിടെ യുദ്ധത്തിൽ സാന്നിധ്യം കൊടുത്തില്ല ഭഗവാൻ. കാരണം പക്ഷപാതം വലിയ പ്രശ്നമാവും. ദുര്യോധന ശിഷ്യനാണ്. അപ്പോൾ ബന്ധുക്കളാണ് ഭീമൻ, പാണ്ഡവരെന്നർത്ഥം. എങ്ങനെയാണ് ബലരാമൻ പെരുമാറാന്ന് വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ബലരാമനെ ആ സമയത്ത് അവിടെ നിർത്തിയില്ല. ചില സൂത്രങ്ങളൊക്കെ ഭഗവാൻ പ്രയോഗിച്ചു. യുദ്ധം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. തീർത്ഥയാത്രയ്ക്ക് പോണ സമയത്ത് അനവധി ബ്രാഹ്മണർ ബലരാമൻ്റെ കൂടെ കൂടി. അങ്ങനെ സരസ്വതി, ബിന്ദുസരസ് ക്രമേണയായിട്ട് നടന്ന് നൈമിഷാരണ്യത്തിലെത്തി എന്നാണ്. അവിടെ രോമഹർഷണ സൂതൻ വ്യാസശിഷ്യൻ ആ സമയത്ത് അവിടെ സൂതൻ ആയിട്ട് ഈ പാരായണങ്ങളോ പ്രഭാഷണങ്ങളോ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഉപനിഷത്തുകളോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ രാമൻ അങ്ങോട്ട് ചെന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. സൂതൻ എഴുന്നേറ്റില്ല. ആചാര്യസ്ഥാനത്തിരിക്കുമ്പോൾ എഴുന്നേൽക്കണ്ടെന്ന്. പക്ഷെ അതിന് ചില വിധിയൊക്കെ ഉണ്ട്. ബഹുമാനിക്കാനും ഒരു ചില കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും തലകൊണ്ടും ഒക്കെ പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബഹുമാനമായി. പ്രത്യേകമായിട്ട് ഒരു വന്ദനവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ അതെന്തോ രോമഹർഷണൻ അത് ചെയ്തില്ല അത്ര. അപ്പോൾ ചുണ്ടി വന്നു. രാമൻ ഒരു തെറ്റ് കണ്ടുപിടിച്ചു. ഇത് ശരിയല്ല, ഞാൻ ഭഗവാനല്ലേ, എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കിയില്ല, ഇതൊരു അജ്ഞാനാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു ദർഭപ്പുല്ലെടുത്തിട്ട് ഒരു അസ്ത്രമാക്കി അതിനെ വിട്ടു. സൂതൻ മരിച്ചു. അപ്പോൾ വ്യാസൻ്റെ ശിഷ്യനാണ്. വിനയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ജ്ഞാനിയായാലും ഇങ്ങനെ ഒരു അബദ്ധം വരും എന്നുണ്ട്. അധർമ്മത്തേക്കാൾ വലിയൊരു പാപമാണ് ധർമ്മ അഭിനയം. നമ്മളെപ്പോഴും മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ ധാർമ്മികനാണ്, കേമനായിട്ട് ഭസ്മക്കുറിയും പൂണുന്നോലും കുറേ മാലയും. ആത്മവിമർശനം തെറ്റൊന്നുമില്ല. അവനവനെ നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കാം. ആത്മാർത്ഥമായിട്ടാണ് ചെയ്യണമെങ്കിലോ അത് യോഗ്യതയായിട്ട് വരികയും ചെയ്യും.
അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇവിടെ അധർമ്മത്തേക്കാൾ വലിയൊരു പാപമാണ് ധർമ്മ അഭിനയം. അപ്പം അതുകൊണ്ട് അത് ചെയ്യരുത്. ഋഷികൾ പറഞ്ഞു, ബലരാമ അങ്ങ് ചെയ്തതൊക്കെ ശരിയാണ്. ഞങ്ങളിവിടെ ചെറിയൊരു അബദ്ധം ചെയ്തിട്ടുണ്ട്. ഇവിടെ ആർക്കും മരണമില്ല. യമനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂതൻ്റെ ആയുസ് എങ്ങനെ തീർന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങ് ഈശ്വരനാണ്, അങ്ങക്ക് ആയുസ് എടുക്കാനുള്ള അധികാരമുണ്ട്. അത് ഞങ്ങളുടെ പരിധിയിൽപ്പെട്ടതല്ല. എങ്കിലും ഇവിടെ ബ്രഹ്മാസനത്തിലായിരുന്നു എന്നുള്ളതൊരു കുഴപ്പമായി. ബാക്കിയുള്ളവരൊക്കെയാണ് വെച്ചാൽ അത്ര സാരമില്ല. ശ്രോതാക്കളുടെ ഒരാളെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ബ്രഹ്മാസനത്തിലിരിക്കുക. അപ്പോൾ സൂതൻ ആ ഒരു ഭാവത്തിലിരിക്കുമ്പോൾ അതൊരു വന്ദിക്കേണ്ട ഒരു പ്രശ്നമായിപ്പോയി. ഇനി എന്താ ചെയ്യുക? ആ നിയമത്തെ ഇപ്പോൾ എങ്ങനെയാണ് ഇനി അത് കണക്കാക്കേണ്ടത്? അങ്ങക്ക് പാപമില്ല, പുണ്യമില്ല, അതുകൊണ്ട് അങ്ങേത് ബാധിക്കില്ല. പക്ഷേ ലോകർക്ക് അത് അറിയില്ല. എന്താ ചെയ്യുക? പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടത് ചെയ്യാതിരിക്കാൻ വേണ്ടത് അങ്ങ് നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. ശരി, എന്താ വേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ ഈ രാമകൃഷ്ണനെ ജീവിപ്പിക്കാം പോരേ ചോദിച്ചു. അപ്പോൾ അതിനൊരു നിയമ തടസ്സം ഉണ്ടെന്നാ. ആത്മാവൈ പുത്ര എന്നൊരു നിയമം ഉണ്ടായതുകൊണ്ട് വേണച്ചാൽ മകനെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കാം. പക്ഷേ ഈ രാമകൃഷ്ണനെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ശിക്ഷ അങ്ങ് തന്നെ തെറ്റ് എന്ന് വിധിച്ച പോലെ ആവില്ലേ? അതുകൊണ്ട് അത് വേണ്ട. അങ്ങൊരു തെറ്റ് കണ്ടു, അതിനെ ശിക്ഷിച്ചു. ആ ശിക്ഷിച്ചതിനെ വീണ്ടും അങ്ങ് തന്നെ ആ ശിക്ഷാ നടപടിയെ ഒഴിവാക്കിയെങ്കിൽ അങ്ങയുടെ ശിക്ഷാ നടപടി തെറ്റ് എന്ന് വരില്ലേ? അപ്പോൾ ജനങ്ങൾക്ക് അത് വല്ലാത്ത പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും വേണ്ട. ഇവിടെ ഉപായമായിട്ട് മകൻ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അച്ഛൻ തന്നെയാണല്ലോ മകൻ, അതുകൊണ്ട് മകനെ ആ സ്ഥാനത്തേക്ക് അവരോധിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെ ആവാൻ വിരോധമില്ല. അങ്ങനെ ഉഗ്രശ്രവസിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് അവരോധിച്ചു. ഭഗവാൻ അവിടെ വീണ്ടും ഈ വിശുദ്ധ വിജ്ഞാനം പറഞ്ഞു കൊടുത്തു. ഈ സൂതനെ വധിച്ചു എന്നതുകൊണ്ട് അതിന് ഒരു ശിക്ഷ, ബ്രഹ്മാസനത്തിലിരുന്നിട്ട് ഇങ്ങനൊരു മൃത്യു വരിച്ചപ്പോൾ അതിന് കാരണക്കാരനായി എങ്കിൽ അതിനൊരു ശിക്ഷാവിധിയുണ്ട്. അതിന് പരിഹാരം ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു നിയമമാണ്. അപ്പോൾ ഋഷികൾക്കിത് ഭഗവാനോട് പറയാനും പ്രയാസമുണ്ട്. ഭഗവാന് പക്ഷേ അതൊന്നും പ്രശ്നമില്ല. ഭഗവാൻ അതൊക്കെ കേട്ടു. അപ്പോൾ രാമൻ ചോദിച്ചു, എന്നാൽ അതിൻ്റെ പ്രായശ്ചിത്തം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? പരിഹാരമായിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ പശ്ചാത്താപത്തിൻ്റെ വിഷയമില്ല. കാരണം ശിക്ഷാ നടപടി ശരിയാ. പക്ഷേ ലോകരെ കാണിക്കാനും ലോകരെ അംഗീകരിപ്പിക്കാനും ഞാൻ അതിൻ്റെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ നിയമം പറഞ്ഞു, തീർത്ഥയാത്രയാണ് ഇതിന് പരിഹാരം എന്ന് പറഞ്ഞു. ഇപ്പോഴും ഭഗവാൻ തീർത്ഥയാത്രയിലാണ്. അപ്പോൾ ഒരു കൊല്ലത്തെ തീർത്ഥയാത്ര എന്ന് വെച്ചു എന്നാണ്. ഈ പോണ വഴിക്ക് ശരി എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ, ഇതല്ലാതെ കൊണ്ട് നിങ്ങൾക്കിനി വേറെ വല്ലതും വേണോ? ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം തരേണ്ടതുണ്ടോ? ഇപ്പം എന്നെ നിങ്ങൾ സഹായിക്കുക ചെയ്തത്, അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ഇല്ലുലെന്ന് പേരായിട്ടൊരു വാനരനുണ്ട്. ഇല്ലുലൻ്റെ മകനായിട്ട് ബെല്ലുലൻ. ശല്യം സഹിക്കാൻ വയ്യ, അവനെ ഒന്ന് കൊന്നു തരണം എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അങ്ങനെ അവനെ കൊന്നു. വാനരനെ കൊന്നതിന് ശേഷം ഭഗവാൻ തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. പോണ വഴിക്കാണ് അനവധി കാഴ്ചകൾ കണ്ടു. നൈമിഷാരണ്യത്തിൽ കുറേ ദിവസം താമസിച്ചോട്ടെ. അതിന് ശേഷമാണ് ഋഷികൾ ഈ വാവ് ദിവസം യാഗം ആരംഭിച്ചു. അന്നാണ് ഈ ബെല്ലുലൻ വാവ് ദിവസം വരിക. ശൂലമൊക്കെ പിടിച്ചുകൊണ്ട്, അതേപോലെ അഗ്നി കൊണ്ടൊക്കെ മലിനാക്കും, മൂത്രമൊഴിച്ചിട്ടും മറ്റേ മലം വിസർജനമൊക്കെ ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ്, തുപ്പിയിട്ടും. അപ്പോൾ രാമൻ ഈ വാനരം വരുന്നത് കണ്ടപ്പോൾ കലപ്പ കൊണ്ട് അതിലുണ്ട് വിളിച്ചു, ഒലക്ക കൊണ്ട് കൊടുത്തു ഒരു തലയ്ക്കൊരടി. അതോട് കൂടിയിട്ട് ഇല്ലുലൻ വധിക്കപ്പെട്ടു. ശ്രീരാമകാലത്ത് തന്നെ ലക്ഷ്മണനുമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു പാടവം കണ്ടിട്ട് അത് ഈ ജന്മത്തിലാണ് സാധിപ്പിച്ചു കൊടുത്തത്. ദിവിധനെയൊക്കെ വധിച്ച കൂട്ടത്തിൽ ഈ ഇല്ലുരനെയും വധിച്ചു, മുക്കുരിയും കൊടുത്തു. പിന്നെ നൈമിഷാരണ്യത്തിൽ വെച്ച് ധാരാളം സമ്മാനങ്ങളൊക്കെ കിട്ടി. നീലപ്പട്ട്, വൈജയന്തിമാല, ഇങ്ങനെ പലതും ആഭരണങ്ങൾ. അതൊക്കെ അദ്ദേഹത്തിന് ആവശ്യം എന്താ ചോദിച്ചാൽ നിശ്ചയില്ല. ഏതായാലും അതൊക്കെ സ്വീകരിച്ചു. പിന്നെ തീർത്ഥയാത്ര സരയൂ നദി കടന്നു എന്നാണ്.
അങ്ങനെ കൗശികി നദിയൊക്കെ കടന്ന് പ്രയാഗയിലെത്തി. നിരവധി നദികൾ കടന്ന് ശുദ്ധമാക്കി ഗയയിലെത്തി. ഒക്കെ തീർത്ഥക്ഷേത്രങ്ങളാണ് മുഴുവൻ. ഭഗവാൻ പോകുന്ന ദിക്കിലൊക്കെ തീർത്ഥക്ഷേത്രമായിട്ട് അറിയപ്പെടുകയും ചെയ്തു. അവിടെയൊക്കെ ഓരോ കുണ്ടങ്ങളും ഉണ്ടാക്കി ഓർമ്മയ്ക്കായിട്ട് പലതും സ്ഥാപിച്ചു. ക്ഷേത്രങ്ങളായാലും അവിടെ പർവ്വതമായാലും മരമായാലും നദിയായാലും ഒക്കെ പ്രത്യേകമായിട്ടുള്ള തീർത്ഥക്ഷേത്രങ്ങളായിട്ട് അങ്ങനെ മാറ്റി. അങ്ങനെ സഞ്ചരിച്ചു. ഗയയിലെത്തി. അവിടെ ഗയാശ്രാദ്ധമൊക്കെ ചെയ്തു. പിന്നെ ഗംഗാ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നതായിട്ടുള്ള ഒരു പിതൃതർപ്പണ സ്ഥലം ഗംഗോത്രി ഗംഗോത്രി അല്ല ഉണ്ട്, അതായത് ഗംഗ കടലിൽ ചേരുന്ന ആ സ്ഥലമാണ്. എന്തായാലും അവിടെ പിതൃതർപ്പണമൊക്കെ നടത്തി. അതേപോലെ മഹേന്ദ്ര പർവ്വതത്തിൽ ചെന്ന് പരശുരാമനെയൊക്കെ നമസ്കരിച്ചു. പരശുരാമൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി. അപ്പോൾ അവിടെ ഈശ്വരൻ ആരാന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. കാരണം ശ്രീരാമന് എല്ലാ തേജസ്സും പരശുരാമൻ കൊടുത്തിട്ട് ഒരു ഋഷിഭാവത്തിൽ അവിടെ ഇരിക്കുന്നത്. ബലരാമൻ ഇവിടെ മർത്യഭാവത്തിൽ വന്ന് ഈശ്വരത്വത്തെ മറച്ച ഒരാളാണ്. ഇപ്പോൾ രണ്ടുപേരും തുല്യ. അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. പരശുരാമനും അവതാരമാണ്, ബലരാമനും അവതാരമാണ്. രണ്ടുപേരും ഒരേപോലെ. അപ്പോൾ ഇതാണ്, അതൊക്കെ ഈശ്വരൻ്റെ ലീലകളാണ്. ഒരേ സമയത്ത് തന്നെ രണ്ട് അവതാരങ്ങൾ, അതും മാക്സിമത്തിലുള്ള ആ ഭാവത്തിൽ. അതിൽ തന്നെ കുറച്ച് കാണിക്കണം. എന്തൊക്കെ ലീലകളാന്ന് ചോദിച്ചാലും ശരിയാണ്. ശ്രീരാമൻ്റെ താഴെ പരശുരാമൻ, അതേപോലെ ശ്രീകൃഷ്ണൻ്റെ താഴെ ബലരാമൻ, പ്രായം കൊണ്ട് മീതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ അവതാരങ്ങൾക്കുള്ള ചില സ്വാതന്ത്ര്യങ്ങൾ അവർ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്രകാരം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കാണി അതല്ലെങ്കിൽ അത് ആരാ മീതെ എന്ന് നമ്മൾ ഈ കമ്പയർ ചെയ്തുകൊണ്ട് തുലനം ചെയ്തുകൊണ്ട് ഇന്നയാളാ മീതെ മറ്റാളാ കുറവ് എന്നൊന്നും പറഞ്ഞിട്ട് അബദ്ധത്തിൽ ചെന്ന് വീഴണ്ട. അതൊക്കെ പാഖണ്ഡമായിട്ട് വരും, നമ്മളെ അത് ബാധിക്കും. അത് ബാധിക്കാൻ നിൽക്കണ്ട. അതേപോലെ ഈ ഋഷിത്വം ധാരാളമായിട്ട് പല ഋഷിമാരെ കണ്ടുകൊണ്ട് ഓരോ ഋഷിമാർക്കും എത്രയാ ശിഷ്യന്മാരെ ചോദിച്ചാൽ ശരിയ സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ബലരാമൻ വന്നത്. ഇതൊക്കെ സുഖമായിട്ട് ബലരാമൻ സ്വീകരിച്ചു എന്നാ. ഈ തീർത്ഥയാത്രാ കാലത്ത് ഭഗവാൻ എത്രയാ ആനന്ദിച്ചേ ചോദിച്ചാൽ ശരിയ. ദ്വാരകയിൽ എല്ലാ സുഖങ്ങളെയും അനുഭവിക്കുമ്പോൾ കിട്ടുന്ന സുഖത്തിനേക്കാൾ ഒട്ടും കുറവല്ലാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സുഖത്തെ ഈ ജ്ഞാനദാനം കൊണ്ടും ജ്ഞാന സ്വീകരണം കൊണ്ടും, ഋഷിമാരങ്ങനെയാണല്ലോ, ജ്ഞാനം ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൂടിക്കാഴ്ച, ഇത് മഹാഋഷികളെ എല്ലാ തരത്തിൽപ്പെട്ട മഹാഋഷികളെയും അതാത് ആശ്രമത്തിൽ ചെന്ന് കണ്ടു. തീർത്ഥയാത്രയുടെ ഗുണം അതാ. നമ്മളെപ്പോലെ യാത്രാ സൗകര്യത്തിന് പ്രശ്നമില്ല അവിടെ. നമുക്ക് യാത്ര വലിയ പ്രശ്നമാണ്. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇന്നേക്കിലെത്തുക, അതേപോലെ യാത്രാ ക്ലേശങ്ങൾ, ആഹാരം കിട്ടാതിരിക്കുക, വിശ്രമം കിട്ടാതിരിക്കുക, അങ്ങനെ പലതും ഉണ്ട് യാത്രയ്ക്ക്. പക്ഷേ അവർക്കതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെയധികം ആസ്വദിക്കാൻ സാധിച്ചു. മഹർഷികളെയൊക്കെ കണ്ടിട്ട് ജ്ഞാനത്തെ കിട്ടുമ്പോഴുള്ള ഒരു ആനന്ദം സച്ചിദാനന്ദമാണതേ. അഗസ്ത്യനെ തൊട്ടുള്ള പലരെയും കണ്ടു. മലയപർവ്വതത്തിലൊക്കെ എത്തി അഗസ്ത്യനെ കണ്ടു. കൃതമാല, താമ്രപർണി, അതുപോലെ രാമേശ്വരം, മധുരാമീനാക്ഷി, ഋഷഭാദ്രി, ശ്രീരംഗം, സേതുബന്ധനം, കാഞ്ചീപുരം, കാവേരി, കാമകോടി, തിരുപ്പതി, ശ്രീശൈലം, മല്ലികാർജുനം, സപ്തഗോദാവരി, പമ്പ. പരശുരാമനെ എല്ലാ ദിക്കിലും അതാത് ബലരാമനെ എല്ലാ ദിക്കിലും അതാത് ഋഷിമാരെല്ലാവരും നന്നായിട്ട് സ്വീകരിച്ചു. പരശുരാമനും ഇതേപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നും ഇതേപോലെയൊക്കെ തന്നെ പല സ്ഥലങ്ങളുടെയും പേരുകളും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് അവിടെ രാമായണത്തിൽ കാണാൻ സാധിക്കും. പരശുരാമൻ്റെ തീർത്ഥയാത്ര അത് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇതിഹാസത്തിലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബലരാമൻ്റെ തീർത്ഥയാത്രയും. പിന്നെ അതിനുശേഷം അങ്ങനെ കന്യാകുമാരി എത്തി. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കണ്ടു. പത്മതീർത്ഥത്തിൽ കുളിച്ചു. കേരളം, പിന്നെ ത്രികർത്തം, ഗോകർണം, മൂകാംബിക, ദണ്ഡകാരണ്യം, മാഹിഷ്മതി, കർണാടകത്തിലെ മനുവിൻ്റെ ഒരു സ്ഥലമാണ് മാഹിഷ്മതി. പിന്നെ നർമ്മദ, പ്രഭാസതീർത്ഥം, അതേപോലെ ഈ കുരുക്ഷേത്രം. പിന്നെ കുരുക്ഷേത്രത്തിൽ ആ സമയത്ത് പോണ വഴിക്കാണ് അങ്ങനെ കുരുക്ഷേത്രത്തിൽ ചെന്നതും 18 അക്ഷൗഹിണിയും നശിച്ചതും ഈ ഭീമനും ദുര്യോധനും ഏറ്റവും ഒടുക്കം യുദ്ധം ചെയ്യുന്നത് കണ്ടതും തുടക്കി തരുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഭാവത്തിലെത്തിയതും രാമൻ പറഞ്ഞിട്ട് രണ്ടാളും കൂട്ടാക്കാതിരുന്നതും പിന്നീട് ഈ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ദുര്യോധനൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ദുഃഖ ദുരിതത്തെ
ഗാന്ധാരിയുടെ രക്ഷ ഇല്ലാത്തതായിട്ടുള്ള ആ ഭാഗത്തെ ഭീമൻ ഗത കൊണ്ട് തുടയിലടിച്ച് മരിക്കാതെ കണ്ട് കിടക്കുകയും ചെയ്തു. അനവധി കാലം ദുഃഖം സഹിച്ചുകൊണ്ട് രക്തം വാർന്ന് പിന്നെ ദുര്യോധനൻ മരിക്കുകയാണ്. വല്ലാത്തൊരു മരണമാണ്. അങ്ങനെ ഈ ബലരാമൻ്റെ ഈ തീർത്ഥയാത്ര ഇതൊക്കെ കഴിഞ്ഞ് ഈ ദുര്യോധനെയും ഭീമനെയും വിട്ടതിൻ്റെ ശേഷം രണ്ടാളും ജയിക്കില്ല എന്നുള്ള ഉപദേശം കൊടുത്തു. ഭീമന് ശക്തി കൂടും, ദുര്യോധന അഭ്യാസ പാഠവും കൂടും. രണ്ടാളും കേട്ടില്ല. അപ്പോൾ കുറച്ച് വിഷമായി അവിടുന്ന് പോന്നു. വീണ്ടും ദ്വാരകയിലെത്തി ഉഗ്രസേനെയും വസുദേവരെയൊക്കെ നമസ്കരിച്ചു, സ്വീകരിച്ചു. വീണ്ടും നൈമിഷാരണ്യത്തിൽ തീർത്ഥയാത്ര തന്നെ ഒരു കൊല്ലത്തെ വേണമല്ലോ, അപ്പോൾ അവിടെ താമസിച്ചില്ല. നൈമിഷാരണ്യത്തിലെത്തി ബ്രഹ്മഹത്യാദോഷത്തിനുള്ള പ്രായശ്ചിത്തം ചെയ്ത രാമനെ കണ്ട് എല്ലാ ഋഷികളും ഒരേപോലെ സ്വീകരിച്ച് പൂജാതി കാര്യങ്ങളെല്ലാം ചെയ്ത് പുണ്യവാനായിട്ട് വന്നു. തീർത്ഥയാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ പുണ്യവാനായിട്ട് വന്നു. അതുകൊണ്ട് വീണ്ടും അവിടെ വിശുദ്ധ വിജ്ഞാനം, അതാണ് ആത്മാവിനെ പ്രപഞ്ചത്തിലും പ്രപഞ്ചത്തെ ആത്മാവിലും എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ തക്കവണ്ണം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. ആ വിശുദ്ധ വിജ്ഞാനം പറയലാണ് ബലരാമൻ്റെ ജീവിത ലക്ഷ്യം. ബലരാമൻ്റെ അവതാര ഉദ്ദേശ്യം വിശുദ്ധ വിജ്ഞാനം ഈ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കലാണ്. ജ്ഞാനം, വിജ്ഞാനം അത് വിശുദ്ധ വിജ്ഞാനമാക്കിയിട്ട് പറഞ്ഞു കൊടുത്തു എന്നതാണ് ബലരാമൻ്റെ അവതാര ലക്ഷ്യം. അങ്ങനെ ബലരാമ തീർത്ഥയാത്രയെല്ലാം ആരാണോ കേൾക്കുന്നത് അവർക്ക് മുക്തിയാണ്. അവർക്ക് പിന്നെ ഈ ജീവിതവുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. പിന്നെ ഒരു ശരീരം സ്വീകരിക്കേണ്ട. അതാണ് വിശുദ്ധ വിജ്ഞാനത്തിൻ്റെ പ്രത്യേകത. അവതാരമൂർത്തികളിൽ ഏറ്റവും പ്രധാനിയായിട്ടാവാനുള്ള കാരണം രാമൻ്റെ ഒപ്പം ലക്ഷ്മണനായിട്ടും കൃഷ്ണൻ്റെ ഒപ്പം ബലരാമനായിട്ടും മുഴുവൻ ഭഗവത്വവും സ്വീകരിച്ച് അതിൻ്റെ വ്യാഖ്യാനം ചെയ്തു. അതാണ് വിശുദ്ധ വിജ്ഞാനം. അപ്പോൾ അത് കേൾക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വാക്കുകൾ ഭഗവാൻ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. നാരായണ നാരായണ